യേശുവും മറിയം മഗ്ദലേനായുമായുള്ള കൂടിക്കാഴ്ച ഒന്ന് പരിശോധിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ ഈശോയും മഗ്ദലേന മറിയവും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നമുക്ക് ഈ സംഭവം അറിയാം. മറിയം മഗ്ദലേന ശവകുടീരത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നോക്കുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു, ഡെഡ് ബോഡി അകത്തില്ല. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ വന്ന് പ്രത്യക്ഷനായി പുറകിൽ നിന്നുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഈശോയുടെ എന്താണ് അവൾ മറുപടി പറഞ്ഞത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. അതായത് അവൾക്ക് യേശുവാണെന്നത് മനസ്സിലായില്ല. ഇത് ഈശോ ആണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകാതെ തോട്ടക്കാരനാണെന്ന് കരുതി അവൾ ചോദിക്കുകയാണ്, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ തിരിച്ചു തരണം, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈ പെണ്ണെന്താ പറയുന്നത് നോക്കിയേ. അവൾ പറയുന്നത്, ഒരു ഡെഡ് ബോഡി, 1 ദിവസം പഴക്കമായ ഡെഡ് ബോഡി അവൾ ചുമന്നുകൊണ്ട് പൊക്കോളാന്ന്. അതും പാട്ടവിളക്കം കത്തിച്ചുകൊണ്ട് വെളുപ്പിനെ 4 മണിക്ക് വന്നേക്കുക. സാധാരണ 4 മണിക്ക് നമ്മളൊക്കെ സെമിത്തേരിയുടെ അടുത്ത് പോകാറില്ല. ഈ പെണ്ണ് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, ദേ ഈ ഡെഡ് ബോഡി എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഉടനെ ഈശോ എന്താ മറുപടി പറയുന്നത്? യേശു അവളെ വിളിച്ചു, മറിയം. യേശു അവളെ വിളിച്ചു, മറിയം. ഈ ഒരൊറ്റ വിളിയിൽ പെട്ടെന്ന് ആഹ്ലാദത്തോടെ അവൾ ഈശോയെ തിരിച്ചറിഞ്ഞു. ഇതാരാ നിൽക്കുന്നേ? എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ.